السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يعص الله ورسوله ويتعد حدوده يدخله نارا خالدا فيها وله عذاب മുഹീൻ. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി അള്ളാഹുവെ ഭയപ്പെട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യ പിൻപറ്റി ജീവിക്കണേ എന്ന് ഉപദേശിക്കുകയാണ്. അതിന് അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിലെ നിഷിദ്ധങ്ങൾ എന്ന വിഷയമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. അതിൽ അഖീദപരമായിട്ട് അഥവാ വിശ്വാസപരമായിട്ടുള്ള നിഷിദ്ധങ്ങൾ, മുഹറമാത്തുകൾ, കഴിഞ്ഞ ക്ലാസ്സിൽ വിശ്വാസപരമായിട്ട് ഒരു മുഅ്മിനിൻ്റെ, മുസ്ലിമിൻ്റെ മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ്, പ്രവർത്തനത്തിലുണ്ടായിരിക്കേണ്ടവയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത്. ഇനിയും ധാരാളം വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുഹറമാത്തുകൾ, ഇസ്ലാമിലെ നിഷിദ്ധങ്ങൾ എന്ന വിഷയത്തിൽ നമുക്ക് സംസാരിക്കുവാൻ വിഷയങ്ങൾ ബാക്കി കിടക്കുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ, അതേപ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, ഇത് നമുക്ക് ഹലാൽ ഏത് എന്ന് ഹറാം ഏത് എന്ന് വ്യക്തമാക്കി വേർതിരിച്ച് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു, മാ അഹല്ലല്ലാഹു ഫീ കിതാബിഹി ഫഹുവ ഹലാലുൻ വമാ ഹറമ ഫഹുവ ഹറാമൻ. അള്ളാഹു തൻ്റെ ഗ്രന്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൽ ഹലാലാണ് എന്ന് പറഞ്ഞത് നമുക്ക് അനുവദനീയമാണ്, ഹറാമാണ് എന്ന് പറഞ്ഞത് നമുക്ക് നിഷിദ്ധവുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. തിൽക ഹുദൂദുല്ലാഹി ഫലാ തഖറബൂഹ. അത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള അതിർവരമ്പുകളാണ്. അത് ആ അതിർവരമ്പ് വിട്ടുകിടക്കാൻ നമുക്ക് പാടുള്ളതല്ല. മാത്രവുമല്ല, ഒന്നുകൂടി വിശാലമായിട്ട് റസൂൽ തന്നെ പഠിപ്പിച്ചു, മാ നഹൈതുക്കും അൻഹു ഫജ്തനിബൂഹ് വമാ അമർതുക്കും ബിഹി ഫഫ്അലൂ മിൻഹു മസ്തതഅതും. അള്ളാഹു നിങ്ങളോട് വിലക്കിയതെന്തോ അത് നിങ്ങൾ അതിനെ തൊട്ടുനിന്ന് വിട്ടു നിൽക്കുകയും, വമാ അമർത്തുക്കും, അള്ളാഹു കൽപ്പിച്ചതെന്തോ അത് നിങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുവിൻ, ഫമസ്തതഅതും, നിങ്ങളുടെ നിങ്ങൾക്ക് സാധിക്കുന്ന രൂപത്തിൽ എന്ന്. അപ്പോൾ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പന അനുസരിക്കുക എന്നുള്ള നിർബന്ധ ബാധ്യതയാണ്. അതിനെ എതിര് പ്രവർത്തിക്കുക എന്നത് വളരെയധികം കുറ്റകരമായിട്ടുള്ള കർശന ശിക്ഷ ലഭിക്കുന്ന ഒരു കാര്യമാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. വമൻ യഅസില്ലാഹ വറസൂലഹു വയതഅദ്ദ ഹുദൂദഹു യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹാ വലഹു അദാബും മുഹീൻ. ആരെങ്കിലും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അസധിക്കരിക്കുകയും അതേപ്രകാരം അവൻ്റെ അതിർവരമ്പുകൾ വിട്ടുകിടക്കുകയും ചെയ്യുകയാണെങ്കിൽ അവന് ലഭിക്കാനുള്ള ശിക്ഷ യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹാ, ശാശ്വതമായിട്ടുള്ള നരകമാണ്, വലഹു അദാബും മുഹീൻ, അവന് ശാശ്വതമായിട്ടുള്ള നരകവും അപമാനകരമായിട്ടുള്ള ശിക്ഷയുമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ നിഷിദ്ധങ്ങളായിട്ടുള്ള കാര്യങ്ങളിൽ ഇനി നമുക്ക് ഇന്ന് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയമാണ് വ്യഭിചാരം എന്നുള്ളത്.
പരിശുദ്ധ ഖുർആനിൽ വ്യക്തമായിക്കൊണ്ട് ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് പഠിപ്പിച്ച ഒരു കാര്യമാണ് സിന അഥവാ വ്യഭിചാരം. പരിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല എന്ന വളരെയധികം ചിന്തിപ്പിക്കേണ്ട ഒരു ഖുർആനിന്റെ വചനമാണ്. വലാ തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തെ സമീപിച്ചു പോകരുതെന്ന, അതിലേക്ക് വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കാൻ പാടുള്ളതല്ല. അള്ളാഹുവിൻ്റെ കൽപ്പന. ഇന്നഹു കാന, എന്താണ് കാരണം? ഇന്നഹു കാന, നിശ്ചയമായും അത് വ്യഭിചാരം എന്നുള്ളത് ഫാഹിഷതൻ വസാഅ സബീല, അത് ഫാഹിഷാണ്, മ്ലേച്ഛമായതാണ്, നീചവൃത്തിയാണ്, മോശപ്പെട്ട കാര്യമാണ്. മാത്രവുമല്ല വസാഅ സബീല, ദുഷിച്ച മാർഗവുമാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു പഠിപ്പിക്കുക. എന്തുകൊണ്ടാണ് വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത്, വ്യഭിചാരം ചെയ്യരുത് എന്നല്ല, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്ന് പറയുമ്പോൾ അതിലേക്ക് അടുപ്പിക്കുന്ന എന്തെല്ലാം തിന്മകളുണ്ടോ, ഹറാമുകളുണ്ടോ, അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പല മാർഗത്തിലൂടെയും വ്യഭിചാരം നമ്മിലേക്ക് കടന്നു വരും. ഒരു അന്യ സ്ത്രീയുമായി ഒഴിഞ്ഞിരിക്കുക, അതല്ലെങ്കിൽ ഒറ്റക്കാവുക എന്നുള്ളത്, അതല്ലെങ്കിൽ അവളെ നോക്കുക എന്നുള്ളത്, അവളോട് അനാവശ്യമായിക്കൊണ്ട് സംസാരിക്കുക എന്നുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വ്യഭിചാരത്തിലേക്ക് എത്തിക്കുമെന്ന. ഭാര്യ ഭർത്തൃബന്ധം എന്ന് വെച്ചാൽ അത് ഇസ്ലാം അനുവദിക്കപ്പെട്ടതാണ്. അതിനൊരിക്കലും നമ്മൾ വ്യഭിചാരം എന്ന് പറയില്ല. ഇസ്ലാം നിശ്ചയിക്കപ്പെട്ട വിവാഹത്തിലൂടെ ഭാര്യ ഭർത്താവുമായതിനു ശേഷം, ആ നിക്കാഹിന് ശേഷം ഒരു സ്ത്രീയും പുരുഷനും ബന്ധപ്പെടുന്നതിന് ഒരു വിരോധവുമില്ല, കുടുംബബന്ധം പുലർത്തുക എന്നുള്ളത്, ദാമ്പത്യ ജീവിതം എന്നുള്ളത്. പക്ഷേ ഭാര്യ ഭർത്താവ് എന്നല്ലാത്ത നിലക്ക് ഒരു അന്യ പുരുഷൻ, അതല്ലെങ്കിൽ ഒരു അന്യ സ്ത്രീ, അവർ തമ്മിൽ വിവാഹിതരാകാത്ത പരസ്പരം തമ്മിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതിൽ വ്യഭിചാരം, സിന എന്ന് നമുക്ക് പറയേണ്ടി വരും. അതാണ് വ്യഭിചാരം. അന്യ സ്ത്രീ അന്യ പുരുഷൻ തമ്മിലുള്ള ബന്ധത്തിന്, ഒന്നുകൂടി ആവർത്തിക്കുന്നു, ഭാര്യാഭർത്തൃ ബന്ധത്തിന് ഒരിക്കലും വ്യഭിചാരം, സിന എന്ന് നമ്മൾ പറയാറില്ല. മറിച്ച് ഇസ്ലാം അനുവദിക്കാത്ത രൂപത്തിലുള്ള, അനുവദിക്കാത്തവരുമായിട്ടുള്ള ബന്ധത്തിനാണ് സിന എന്ന് പറഞ്ഞു വരുന്നത്. ഇത് ആ സിനയിലേക്ക് അടുക്കുന്ന, അതിലേക്ക് അടുപ്പിക്കുന്ന മാർഗങ്ങൾ എന്തല്ലോ, അതെല്ലാം അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഫഖദ് ഹറമല്ലാഹു തആല അസ്സിന വഹറമ കുല്ലു തുറുഖിൽ മുഅദ്ദിയ ഇലൈഹിന, അതിലേക്ക് സാധ്യതയുള്ള എല്ലാ വഴികളും അത് അടക്കുക എന്നുള്ളതാണ്. ഇസ്ലാം അത് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അതേ പ്രകാരം അതിലേക്കുള്ള എല്ലാ വഴികളും നിഷിദ്ധമാക്കി. അതായത് മൻ നളിരിൻ, നോട്ടം, വ മുലാമസ, സ്പർശനം തുടങ്ങിയിട്ട് വൈരഹിമ, ഇതല്ലാത്തവയും. അതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന. ഖാലല്ലാഹു തആല ഖുൽ ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. മുഅ്മിനീങ്ങളോട് പറഞ്ഞേക്കുക പ്രവാചകർ, എന്താണ്? യഗുദ്ദൂ മിൻ അബ്സാരിഹിം, അവരുടെ ദൃഷ്ടികൾ താഴ്ത്തണേ, അവരുടെ കണ്ണുകൾ താഴ്ത്തുവാനും, വയഹ്ഫളൂ ഫുറൂജഹും, അവരുടെ ഗുഹ്യാവയവം കാത്തു സൂക്ഷിക്കുവാനും പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, മുഅ്മിനീങ്ങളോട് കൽപ്പിക്കുകയാണ്. നമ്മുടെ കണ്ണുകൾ താഴ്ത്തണം, അനാവശ്യമായതിലേക്ക് നോക്കുന്നതിൽ നിന്ന് കണ്ണുകൾ താഴ്ത്തണം, അനാവശ്യ പ്രവർത്തനത്തെ തൊട്ട് ഗുഹ്യസ്ഥാനത്തെ കാത്തു സൂക്ഷിക്കണം. ദാലിക അസ്കാ ലഹും, അതാണ് അവർക്ക് സൂക്ഷ്മതക്ക്, അവരുടെ സംസ്കരണത്തിന് അവർക്ക് നല്ലത് അതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, നിങ്ങൾ ചെയ്യുന്നത് വളരെ വ്യക്തമായി നന്നായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ വ്യഭിചാരം ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ്. അതിലേക്കുള്ള ഏതെല്ലാം വസായിലുകളുണ്ടോ, മാർഗങ്ങളുണ്ടോ, അതെല്ലാം ഹറാമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വ്യഭിചാരം ചെയ്ത വ്യക്തി അത് അവിവാഹിതനാണെങ്കിലും വിവാഹിതനാണെങ്കിലും രണ്ട് രൂപത്തിലുള്ള ശിക്ഷ. വിവാഹിതനാണ് വ്യഭിചരിച്ചതെങ്കിൽ എന്താ ശിക്ഷ? അവനെ എറിഞ്ഞു കൊല്ലണം എന്നാ, കല്ലെറിഞ്ഞ്. കാരണം അവന് ഏത് രൂപത്തിലാണോ തൻ്റെ ലൈംഗിക സുഖം ആസ്വദിച്ചത് അതേ രൂപത്തിൽ വേദന ആസ്വദിച്ചുകൊണ്ട്, വേദന അനുഭവിച്ചുകൊണ്ട് മരണപ്പെടുക എന്നുള്ളതാണ്.
അപ്പോൾ എത്രയോ രൂപത്തിൽ പല രൂപത്തിലും സുഖങ്ങൾ ആസ്വദിച്ചു, അതിനേക്കാൾ കഠിനമായ രൂപത്തിൽ വേദന അനുഭവിച്ചുകൊണ്ട് അവൻ മരിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. അത്രയും ശക്തമായി എതിർത്തിട്ടുള്ള ഹറാമാണ്, നിഷിദ്ധമാണ്, കുറ്റം ഇതാണ് എന്ന് പോലും പടച്ച തമ്പുരാൻ പഠിപ്പിക്കുക. നിങ്ങൾ വ്യഭിചാരം ചെയ്തു പോയാൽ ഇന്ന ശിക്ഷകളുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടോ എത്ര മുസ്ലിമീങ്ങൾ, എത്രയുണ്ട് നമുക്ക് പരസ്യമായിട്ടും രഹസ്യമായിട്ടും നടന്നു പോകുന്ന വ്യഭിചാരങ്ങൾ എത്ര. നമുക്ക് നമ്മുടെ നാടുകളിൽ പോലും പത്രമാസികകളും ചാനലുകളും എടുത്തു നോക്കിയാൽ ധാരാളക്കണക്കിന് വാർത്തകളാണ് ദൈനംദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയധികം ശക്തമായിട്ടുള്ള ശിക്ഷ ഇസ്ലാം ഇതിനെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വിവാഹിതന്, കാരണം തൻ്റെ ലൈംഗിക സുഖത്തിന് സൗകര്യങ്ങളുണ്ട് വിവാഹിതന്, പക്ഷേ അവിവാഹിതനാണെങ്കിൽ അത്ര ശിക്ഷയല്ല എന്നുണ്ടെങ്കിലും അവനെ 100 അടി അടിക്കുകയും ആ നാട്ടിൽ നിന്ന് അവനെ പുറത്താക്കുകയും വേണം എന്ന് ആണ് ഇസ്ലാമിൻ്റെ നിയമം. അപ്പോൾ 2 മർത്തബകളായിട്ടാണ് ഇസ്ലാം അതിനെ നിശ്ചയിച്ചിട്ടുള്ളത് എന്നുകൂടി മനസ്സിലാക്കുക. മാത്രവുമല്ല, പരലോകത്ത് വ്യഭിചാരികളായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുവാനുള്ള ശിക്ഷ കേട്ടുപോയാൽ അത്ഭുതപ്പെടും നമ്മളൊക്കെ. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്, വ്യഭിചാരികളായിട്ടുള്ള ആണും പെണ്ണും നമുക്കറിയാം മരണാനന്തരം ഖബറിൽ വെച്ച് ശിക്ഷയുണ്ട് എന്നുള്ളത്. ഖബർ ജീവിതത്തിന് എന്താ പറയാലേ, ബർസഖിയായ ജീവിതം അല്ലേ. ബർസഖിയായ ഈ ഖബർ ജീവിതത്തിൽ വെച്ച് നമുക്ക് ശിക്ഷയുണ്ട്. കാരണം സ്വർഗത്തിലേക്കും നരകത്തിലേക്കും നമ്മളെ വേർതിരിക്കുന്നതിന് മുമ്പുള്ള ഒരു ജീവിതമാണ് ഖബർ ജീവിതം. അപ്പൊ ആ ഖബറിൽ വെച്ച് ശിക്ഷ ലഭിക്കും. അവിടെ വെച്ച് ലഭിക്കുന്ന ഒരു ശിക്ഷയാണ് ഈ വ്യഭിചരിച്ച ആളുകളെ പൂർണ്ണ നഗ്നനാക്കും. പരിപൂർണ മുഴുവൻ ആളുകൾക്ക് മുമ്പിലും പരിപൂർണ നഗ്നരാക്കിക്കൊണ്ട് ഒരു അടുപ്പ് അതിൽ താഴെ വിറകുകളും തീയെല്ലാം കൂട്ടിയിട്ട് അടിഭാഗം നല്ല വീതിയുള്ളതും മുകൾ ഭാഗം വീതി കുറഞ്ഞതും, അപ്രകാരം തന്നെ ഈ തീ ഇതിലിങ്ങനെ ആളിക്കത്തിക്കാണ്. അവരെ ഈ തീയിലേക്ക് ഇടുകയും അവരെ ആർത്തട്ടഹസിച്ചു കൊണ്ട് മുകളിലൂടെ പുറത്തു കടക്കാൻ ശ്രമിക്കുന്ന ഈ അടുപ്പിൻ്റെ മുകളിൽ വീതി കുറഞ്ഞ ആ ഭാഗത്ത് അവരതിലൂടെ ഇങ്ങനെ മേൽപോട്ട് ഇങ്ങനെ ഉയരുന്ന ആ തീൻ്റെ ആളിക്കത്തൽ കൊണ്ട് മുകളിലോട്ട് വരുന്ന, അങ്ങനെ പൊടുന്നതിന് വീണ്ടും ആ തീ അണയുകയും അവരതിലേക്ക് വീണ്ടും മടക്കപ്പെടും. തീയിൻ്റെ ശക്തിയാൽ അവർ പൊങ്ങുകയും അതിലേക്ക് വീണ്ടും മടക്കപ്പെടും. അങ്ങനെ വീണ്ടും തീ ആളിക്കത്തിക്കപ്പെടും. ഇതേ സംഭവം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഏതുവരെ? അന്ത്യനാൾ സംഭവിക്കുന്നത് വരെ ഈ ശിക്ഷ ഉണ്ടാവുന്ന. വർഷങ്ങളോളമാണ് ഖബറിൽ ഉള്ള ജീവിതം എന്നുള്ളത്. ഇപ്പൊ മരണപ്പെട്ടു പോയ ആളുകളൊക്കെ ഖബർ ജീവിതം, ബർസഖിയായ ജീവിതം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഖബർ ജീവിതത്തിലെ വ്യഭിചാരത്തിനുള്ള ശിക്ഷയാണ് ഈ അടിയിൽ വീതി കൂടിയതും മുകളിൽ വീതി കുറഞ്ഞതുമായ ഒരു അടുപ്പ്. അവിടെ പ്രത്യേകം നിശ്ചയിക്കപ്പെടുന്ന ഒരു അടുപ്പ്. ആ അടുപ്പിൽ അടിയിൽ നിന്ന് തീ ആളിക്കത്തുകയും ആ മുകളിലേക്ക് ഇങ്ങനെ അവരെ പൊങ്ങിക്കളയുകയും തീ അണയുമ്പോൾ വീണ്ടും അവർ താഴോട്ടെത്തുകയും വീണ്ടും തീ കത്തിക്കപ്പോയും ഈ പ്രവർത്തനം ഇങ്ങനെ അവരെ ശരീരം ഇങ്ങനെ ഉരുകുകയും ആണല്ലോ. നമ്മുടെ ശരീരം തീ കത്തിക്കഴിഞ്ഞാൽ പിന്നെ വെണ്ണൂറായി പോകൂലേന്നാ? ഇല്ല, വീണ്ടും ശരീരം റബ്ബ് നൽകുകയും അവൻ്റെ ശരീരം പഴയ രൂപത്തിലാക്കുകയും വീണ്ടും കത്തിക്കപ്പെടുകയും പഴയ രൂപത്തിലേക്കാക്കുന്ന. ഒരിക്കലും ആ വേദന അവസാനിക്കുന്നില്ല. ആർക്കുള്ള ശിക്ഷ? വ്യഭിചാരത്തിനുള്ള ശിക്ഷയാണത്. ആലോചിച്ച് നോക്കുക, അത്ര വളരെ ഗൗരവമായിട്ടുള്ളൊരു കാര്യമാണിത്. ഇത് ഖിയാമത്ത് അന്ത്യനാൾ സംഭവിക്കുന്നത് വരെ ഇതിങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കണം എന്നാ. നമ്മുടെ നാട്ടിൽ പ്രായവ്യത്യാസമില്ല. യുവാക്കൾ, കൗമാരപ്രായക്കാർ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇന്ന് വ്യഭിചാരത്തിന് അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികൾ 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് പോലും പഠിക്കുന്ന കുട്ടികൾ ഇന്നത്തെ ആധുനിക മീഡിയകളിൽ നിന്ന് പഠിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വ്യഭിചാരത്തിന് ഇരയായിക്കൊണ്ടിരിക്കുക. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾ പോലും, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾ പോലും സ്കൂളിൽ നിന്ന് പോയിട്ട് ഗർഭിണിയായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. സംഭവങ്ങൾ നമുക്ക് ധാരാളം കേൾക്കുന്നതാ. അന്യപുരുഷന്റെ കൂടെ ഒളിച്ചോടിപ്പോയ സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നതാ. പോറ്റി വളർത്തിയ മാതാവിനെയും തനിക്ക് ഉപജീവന മാർഗം നൽകിത്തന്ന തൻ്റെ പിതാവിനെയും ഇവരെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തം നാടും കുടുംബത്തെയും വിട്ടുകൊണ്ട് എനിക്ക് അവരെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് 1-2 ദിവസത്തെ പരിചയത്തിൻ്റെ പേരിൽ, സംസാരത്തിൻ്റെ പേരിൽ അവരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികൾ. ആലോചിച്ച് നോക്കൂ,
ഇതൊക്കെ മുസ്ലിം മാതാപിതാക്കളുടെ മുഹമ്മദിൻ്റെയും അഹമ്മദിൻ്റെയും അബൂബക്കറിൻ്റെയും ഒക്കെ മക്കൾ, ആമിനയും സഫിയയും പേരുള്ള മക്കൾ. ആലോചിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ മക്കളെ ദീനിയായിട്ടുള്ള ബോധം ചെറുപ്പം മുതലേ നൽകിയിട്ടില്ലെങ്കിൽ പ്രായമായി കഴിഞ്ഞാൽ അവരുടെ കൗമാരപ്രായത്തിൽ അവരുടെ യുവത്വത്തിൽ അവർ വഴിതെറ്റും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് ചെറുപ്പം മുതലേ കുട്ടികളല്ലേ, വേണ്ടതുപോലെ കളിക്കട്ടെ എന്നുള്ള നിലയ്ക്ക് അവരെ അങ്ങ് വിട്ടേക്കാൻ പറ്റൂല നമുക്ക്. അവരെ കർശന നിയന്ത്രണം ചെറുപ്പം മുതലേ നടത്തിക്കൊണ്ടെങ്കിലേ അതിന് സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ രക്ഷിതാക്കളെ പിടിച്ചെടുത്ത് കുട്ടികളെ കിട്ടൂല, അവർ വഴി വിട്ടു പോകും എന്നുള്ള കാര്യം നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രായം വ്യത്യാസമില്ലാതെ, ഇപ്പോൾ യുവത്വം അതിൻ്റെ പ്രായമാണ്. പ്രായമായ വയസ്സായിട്ടുള്ള ആളുകൾ പോലും ഇതിൽ പിടിക്കപ്പെടുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏറ്റവും വാർദ്ധക്യം എന്നുള്ള അവസ്ഥയിൽപ്പെട്ട ആളുകൾ പോലും സ്വന്തം മാതാവ് വ്യഭിചരിക്കപ്പെടുന്നുണ്ട്, സ്വന്തം പെങ്ങൾ വ്യഭിചരിക്കപ്പെടുന്നുണ്ട്, പിന്നെയല്ലേ മറ്റു അന്യ സ്ത്രീകളെ. അപ്പൊ ഈ ഒരു വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വൃദ്ധരായിട്ടുള്ള ആളുകളെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, 3 ആളുകളെ കുറിച്ച് പറഞ്ഞു. അള്ളാഹു അവരോട് അന്ത്യനാളിൽ ഖിയാമത്ത് നാളിൽ സംസാരിക്കുകയില്ല. 3 വിഭാഗം ആളുകൾ, അവരോട് അള്ളാഹു ഖിയാമത്ത് നാളിൽ സംസാരിക്കുകയില്ല. വലാ യുസക്കീഹിം, അള്ളാഹു അവരെ സംസ്കരിക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം, അള്ളാഹു അവരെ ഖിയാമത്ത് നാളിൽ അള്ളാഹു അവരിലേക്ക് നോക്കുക പോലുമില്ല. ഈ 3 ആളുകളിലേക്ക്. മാത്രവുമല്ല വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായിട്ടുള്ള കഠിനമായ ശിക്ഷയുമുണ്ട്. ആരാണ് ഈ 3 കൂട്ടര്? അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു, ഷെയ്ഖുൻ സാനിൻ, വൃദ്ധനായിട്ടുള്ള വ്യഭിചാരി. ഷെയ്ഖുൻ സാനിൻ, മറ്റൊന്ന് വമലിക്കുൻ കദ്ദാബ്, കള്ളനായിട്ടുള്ള രാജാവ്. അപ്രകാരം വആഇലുൻ മുസ്തക്ബിറുൻ, അഹങ്കാരിയായിട്ടുള്ള ഉത്തരവാദമുള്ള ആളുകൾ, അഹങ്കാരിയായിട്ടുള്ളവർ. അപ്പോൾ ഈ 3 കൂട്ടരെ കുറിച്ചാണ് അതിൽ നമ്മുടെ വിഷയമായിട്ടുള്ള വ്യഭിചാരം. വൃദ്ധനായിട്ടുള്ള വ്യഭിചാരിയാണെങ്കിൽ അള്ളാഹു പറയുന്നത് എന്താ? ലാ യുകല്ലിമുഹുമുല്ലാ, വ്യഭിചാരിയോട് അള്ളാഹു സംസാരിക്കുന്നതല്ല. വലാ യുസക്കീഹിം, അവനെ സംസ്കരിക്കുന്നതല്ല. വലാ യൻദുറു ഇലൈഹിം, അവനിലേക്ക് അള്ളാഹു നോക്കുക പോലുമില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായിട്ടുള്ള ശിക്ഷയും ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാ. മാത്രവുമല്ല, ഇതിൻ്റെ വ്യഭിചാരത്തിൻ്റെ പകരം അതിന് പണം പറ്റുന്ന ആളുകളുണ്ട്. അതൊരു തൊഴിലാണ് പലർക്കും. പല ആളുകളും അത് നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ ആളുകളുണ്ട് വ്യഭിചാര തൊഴിലാളികൾ. ഇതിനു വേണ്ടി മാത്രം ജീവിക്കുന്നു, മറ്റു പണികൾക്കൊന്നും പോകാതെ ഇത് മാത്രം ഒരു ഉപജീവന മാർഗമായിട്ട് അതിൽ നിന്ന് ഉപജീവന മാർഗം കണ്ടെത്തുകയാണ്. അതിന് കാശ് കൂലി വാങ്ങുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, രഹസ്യ അവയവങ്ങൾ കൊണ്ട് സമ്പാദിക്കുക എന്നുള്ളത് അവള് പാതിരാത്രിയുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം നിഷേധിക്കപ്പെട്ടവളുമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് വ്യഭിചാരി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അവർ ദുആ ചെയ്തിട്ട് കാര്യമില്ല, അവർ നമസ്കരിച്ചത് കൊണ്ട് കാര്യമില്ല. എത്ര സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് തൻ്റെ കിടപ്പറയിൽ ഒരു അന്യ പുരുഷന് സ്ഥാനം കൊടുക്കുന്ന സ്ത്രീകളെ കുറിച്ചാണല്ലോ. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അന്യ പുരുഷന്റെ മുമ്പിൽ മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ബാക്കി ഭാഗങ്ങൾ മുഴുവൻ മറച്ചിരിക്കണം എന്നാ. അത് അന്യ പുരുഷന്റെ മുമ്പിലെത്തുമ്പോൾ വീട്ടിലെ കാര്യമില്ല. അത് ഇന്ന് പുറത്തു പോകുമ്പോൾ നമ്മളെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. കൃത്യമായി മഫ്ത ധരിക്കുന്നില്ല. അതേപ്രകാരം തന്നെ ഔറത്ത് മറയുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നില്ല. ടൈറ്റ് വസ്ത്രങ്ങളും ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തു പോകുന്നത് ഒരു ഫാഷൻ പരേഡ് എന്ന പോലെ. ഇതൊക്കെ മറ്റുള്ളവർക്ക് വ്യഭിചാരത്തിലേക്ക് എത്തുവാനുള്ള ഒരു മാർഗങ്ങൾ കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പറഞ്ഞു വന്നത്, വ്യഭിചാരം മൂലമുള്ള സമ്പത്ത് അത് വളരെയധികം ഗൗരവമായിട്ടുള്ള ഇസ്ലാം ഹറാമാണ്, ദുഷിച്ചതാണ് എന്ന് പറഞ്ഞ ഒന്നാണ്. വമിൻ ഷർറിൽ മക്കാസിബ് മഹറുൽ ബഗി, നമ്മുടെ സമ്പത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഷർറായിട്ടുള്ള മോശപ്പെട്ട സമ്പാദ്യം എന്ന് വെച്ചാൽ വഹുവ മാ തഅഖുദുഹു മിൻ മഖാബിൽ സിനാ, വ്യഭിചാരത്തിൻ്റെ പേരിൽ ലഭിക്കുന്ന സമ്പത്തുകളാണ് ഏറ്റവും മോശപ്പെട്ട സമ്പത്ത്.
വസ്സാനിയത്തു ലത്തി തസ്ആ ബിഫർജിഹാ മഹ്റൂമത്തുൻ മിൻ ഇജാബത്തിൻ ദഅവ. തൻ്റെ ഗുഹ്യാവയവം നിഷിദ്ധമായ മാർഗത്തിലൂടെ ഉപയോഗപ്പെടുത്തുന്ന സ്ത്രീകൾ അതല്ലെങ്കിൽ പുരുഷന്മാർ അവർ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നിഷിദ്ധമാക്കപ്പെട്ടവരാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ, സ്വഹീഹുൽ ജാമിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ലിഅന്ന അല്ലാഹ തആല ഇദാ ഹറമ ശൈഅൻ ഹറമ സമനഹു. കാരണം ഇസ്ലാമിൻ്റെ നിയമം എന്ന് വെച്ചാൽ ഒരു കാര്യം നിഷിദ്ധമാക്കി കഴിഞ്ഞാൽ അതിൻ്റെ വിലയും നിഷിദ്ധ. കള്ള് നിഷിദ്ധമാക്കിയോ കള്ളിൻ്റെ വിലയും നിഷിദ്ധ. കള്ള് വാങ്ങുന്നതും വിൽക്കുന്നതും അതും നിഷിദ്ധ. കള്ള് കുടിക്കുന്നത് മാത്രമല്ല, കള്ള് കുടിക്കുന്നത് നിഷിദ്ധമാണെങ്കിൽ കള്ള് നൽകുന്നതും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതും അതും നിഷിദ്ധമാണ് എന്നാ. അതേ പ്രകാരം തന്നെ വ്യഭിചാരം, അത് വ്യഭിചാരം മൂലം സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ആ വ്യഭിചാരം നിഷിദ്ധമാണെങ്കിൽ ആ വ്യഭിചാരം മുഖേനയുള്ള സമനും നിഷിദ്ധമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നല്ലാഹ ഇദാ ഹറമ ശൈഅൻ ഹറമ സമനഹു. എന്ത് ഇസ്ലാമിൽ ഒരു കാര്യം നിഷിദ്ധമാക്കിയാൽ അതിൻ്റെ സമനും അതിൻ്റെ വിലയും അതിൻ്റെ സമ്പത്തും ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്ന്. പലപ്പോഴും പല ആളുകളുടെ ജീവിത മാർഗം അതല്ലാതെ വേറൊരു മാർഗമില്ല എന്ന് പറയാറുള്ളത്. അതല്ലാതെ ചിലപ്പോൾ ഭർത്താവ് ഗൾഫിലായിരിക്കും, ഭാര്യയുടെ നാട്ടിലെ സമ്പാദ്യം എന്നുള്ളത് അന്യർക്ക് തൻ്റെ ശരീരം പണയം വെച്ചിട്ടായിരിക്കും, പ്രദർശിപ്പിച്ചിട്ടായിരിക്കും ഭാര്യമാർ സമ്പാദിക്കുന്നത്. ഭർത്താവ് അറിയുന്നില്ല. ഭർത്താവ് നാട്ടിലെത്തുമ്പോൾ അവർ തൻ്റെ സ്വന്തം ഭാര്യയായിട്ട് കാണുകയാണ്. മറ്റ് കഴിഞ്ഞു പോയ സംഭവങ്ങൾ, രഹസ്യമായി നടന്ന സംഭവങ്ങളൊന്നും ഭർത്താവ് അറിയുന്നില്ല. എത്ര സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കുന്ന എത്ര സ്ത്രീകൾ. ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ ഈ ആധുനിക മീഡിയകളും എന്തും സ്വന്തം വീട്ടിലിരുന്നിട്ട് അതിന് നമ്മുടെ കൈകളിലുള്ള ജവ്വാലിൽ മൊബൈലിലൂടെ നമുക്ക് അനാവശ്യം കാണാൻ പറ്റും. അതിലൂടെ നമുക്ക് എന്ത് തിന്മയിലേക്കും പ്രവേശിക്കാൻ പറ്റും. ആരും അറിയുന്നില്ല. എൻ്റെ വലത് ഭാഗത്തുള്ള ആളും ഇടത് ഭാഗത്തുള്ള ആളും കൂടെ ഇരിക്കുന്ന ആളും ജോലിക്കാരും ആരും അറിയാതെ, സ്വന്തം ഭാര്യ പോലും അറിയാതെ തൻ്റെ മൊബൈലിലൂടെ അനാവശ്യ അശ്ലീലങ്ങൾ കാണാൻ ഇന്ന് സൗകര്യങ്ങൾ ധാരാളമുണ്ട്. അപ്പൊ തിന്മക്കുള്ള റൂട്ട് ഇഷ്ടം പോലെ, തിന്മ ചെയ്യാനുള്ള റൂട്ടും ധാരാളമുണ്ട്, നന്മ ചെയ്യാനുള്ള വഴിയുണ്ട്. പക്ഷേ അവൻ്റെ മനസ്സ് നന്നാക്കിയെടുത്തു കഴിഞ്ഞാൽ ആ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് അവന് മാറ്റിപ്പിടിക്കാൻ സാധിക്കും. അതാണ് മനുഷ്യൻ്റെ മനസ്സ് നന്നായി കഴിഞ്ഞാൽ. നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അവൻ്റെ കൽബിനെ കുറിച്ചും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ആ മനസ്സ് നന്നായി കഴിഞ്ഞാൽ, കൽബ് നന്നായി കഴിഞ്ഞാൽ അവൻ നന്നായിത്തീരുന്ന. അപ്പൊ അത് കൃത്യമായി ഇന്നത്തെ ആധുനിക കാലത്ത് നമുക്ക് അത് തിന്മയിലേക്ക് കൂപ്പുകുത്തുവാനുള്ള വഴികളൊക്കെ ഉണ്ട്. അതൊക്കെ തടയാൻ വേണ്ടി ശ്രമിക്കുക. എന്ത് തിന്മയിൽ ഞാൻ വിട്ടുപോകല്ല റബ്ബേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കേണ്ടതുണ്ട്. എത്ര തിന്മകൾ. സ്ത്രീകളൊക്കെ ഇങ്ങോട്ട് അഴിഞ്ഞാട്ടല്ലേ നമ്മുടെ നാട്ടിൽ. അഴിഞ്ഞാളെ സ്വയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പോലും അതൊരു അന്യ ആളുകളെ കാണിക്കുവാൻ വേണ്ടിയിട്ട് മറ്റുമാകുന്ന രൂപത്തിലാണ് ഇന്നത്തെ പ്രവർത്തനങ്ങൾ. പരസ്ത്രീ പുരുഷൻ തമ്മിലുള്ള കൂടിക്കലരല്ലേ ഒരു വിഷയമല്ലാതെ ഇരിക്കുക നാട്ടിലൊക്കെ. ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും തമ്മിൽ കണ്ടുമുട്ടി കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കുന്നതും അവരുമായി യാത്ര പോകുന്നതും ടൂറ് പോകുന്നതും ഒറ്റക്കാവുന്നതും ഇതൊന്നൊരു വിഷയമല്ല എന്നുള്ള നിലക്കാണ്. ഇതിലൂടെയൊക്കെ വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന വഴികൾ തുറക്കുന്നത് ഇതിലേക്കാണെന്നാ. അതേപ്രകാരം ആധുനിക മീഡിയകൾ, സെക്സ് സിനിമകൾ, സീരിയലുകൾ, ഫിലിമുകൾ ഇതെല്ലാം തന്നെ വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങളാണ് എന്നാ. നിങ്ങൾ നോക്കൂ, സ്ത്രീകൾ ഇന്ന് സ്റ്റേജുകളിൽ പരസ്യമായിട്ട് പുരുഷന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് അന്യ സ്ത്രീകൾ പരസ്യമായിക്കൊണ്ട് സ്റ്റേജിൽ അഴിഞ്ഞാടുകയാ, സ്റ്റേജിൽ ഡാൻസ് കളിക്കുകയാ. ഇതിവിടെ മുന്നിൽ നിന്നുകൊണ്ട് പുരുഷന്മാർ കണ്ടു നിൽക്കുക. ആലോചിച്ച് നോക്കാം. മുസ്ലിം സ്ത്രീകൾ പോലും, മുസ്ലിം സ്ത്രീകളെ കുറിച്ചുള്ള വിഷയമല്ല സംസാരിക്കുന്നത്. മുസ്ലിം സ്ത്രീകൾ പോലും അള്ളാഹുവിൽ കൃത്യമായി വിശ്വസിച്ച, അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റുന്ന ആളുകളാണ് എന്ന് വിശ്വാസമുള്ളവർ പോലും ഈ സിനിമക്കും സീരിയലിനും അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഇതിൻ്റെ ഹുക്കുമ്? പ്രഗത്ഭരായിട്ടുള്ള പണ്ഡിതന്മാർ ചോദിക്കപ്പെട്ടു, ഹൽ മുഷാഹദത്തുൽ മുസൽസലാത്ത് വൽ അഫ്ലാം ഹറാമുൻ അം ഹലാലുൻ? ഈ സിനിമകളും അതേപ്രകാരം മുസൽസലാത്ത് സീരിയലുകളുമെല്ലാം കാണുന്നത് അത് ഹലാലാണോ അതോ ഹറാമാണോ? പണ്ഡിതന്മാർ ചോദിക്കപ്പെട്ടു. അഗാനി, മ്യൂസിക് കേൾക്കുന്നത്, ഇതിൻ്റെയും വിധി എന്ത്, ഹലാലാണോ ഹറാമാണോ?
ഫത്വയിൽ നമുക്ക് കാണാൻ സാധിക്കും. അൽ ജവാബ് ഔജബ അല്ലാഹു തആല അലൽ മുസ്ലിമി അൻ യഹ്ഫള ജവാരിഹു അൻ ഫിഅലിൽ മുഹറമാത്ത്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി ശ്രദ്ധിക്കുക. ഇതൊരിക്കലും എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് പറയുന്ന കാര്യങ്ങളല്ല. പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്ന് വരും. പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള നമുക്ക്, അതും പ്രവാസി സഹോദരിമാർക്ക് ഒരിക്കലും ആണ്ട് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്ന് വരും. മനസ്സിലാക്കി കഴിഞ്ഞോ, ഞാൻ അറിഞ്ഞില്ല, പഠിച്ചില്ല എന്ന് റബ്ബിനോട് പറയാൻ സാധിക്കില്ല നമുക്ക്. എനിക്ക് പഠിക്കാനുള്ള മാർഗങ്ങളുണ്ട്, ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, അതേപ്രകാരം ധാരാളം വഴികൾ നമുക്ക് പഠിക്കുവാൻ ആധുനിക മീഡിയകളുണ്ട്. ഇതിലൊന്നും ഞാൻ ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന്, ഫിലിമുകൾ കാണൽ നിഷിദ്ധമാണ് എന്ന് ഞാൻ പഠിച്ചിട്ടില്ല എന്ന് റബ്ബിനോട് ഒരിക്കലും നമുക്ക് ഉദുര് പറയാൻ സാധ്യമല്ല. പഠിക്കാനുള്ള വഴി നമ്മൾ കണ്ടെത്തുകയാണ് വേണ്ടത്. ഇവിടെ ചോദ്യം എന്താണ്, ഈ ഫിലിമുകളും സീരിയലുകളുമെല്ലാം കാണുന്നതിൻ്റെ വിധി എന്ത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ പണ്ഡിതന്മാർ നൽകുന്ന മറുപടി, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധങ്ങൾ, ഹറാമുകൾ ചെയ്യുന്നതിൽ നിന്നിട്ട് അവൻ്റെ അവയവങ്ങളെ മാറ്റി നിർത്തൽ, അതിനെ സൂക്ഷിക്കൽ അവന് നിർബന്ധമാണ്. لتلك الجوارح يدخل في شكر تلك النعم الجليلة التي أنعم الله بها على عباده. അള്ളാഹു നമുക്ക് കുറേ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടല്ലോ. നമ്മുടെ അവയവങ്ങൾ എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. നമ്മുടെ അവയവങ്ങൾ അള്ളാഹ് നമുക്ക് നൽകിയ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. അതിന് അള്ളാഹുവിന് നമുക്ക് നന്ദി കാണിക്കേണ്ടതുണ്ട്. وقد توعد الله تعالى مصرف تلك النعم في المعاصي بالوعيد الشديد. ഈ അള്ളാഹ് നൽകിയ ഈ അനുഗ്രഹമായിട്ടുള്ള നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ കൈകളും കാലുകളും നമ്മുടെ ഹൃദയവുമെല്ലാം നാവുമെല്ലാം ഇത് അനാവശ്യമായതിൽ ഉപയോഗപ്പെടുത്തുന്നതിൽ അള്ളാഹു ശക്തമായ താക്കീത്ത് നൽകിയിട്ടുണ്ട്. അതിനെ തൊട്ട് വമിൻ അഹമ്മത്തിൽ കൽ ജവാരിഹ്, ഈ അവയവങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ടതാണ് സമഉഹു വബസറുഹു, അവൻ്റെ കേൾവിയും അവൻ്റെ കാഴ്ചയും. വഹുമാ ത്വരീഖാനി ഇലാ തലഫി ഖൽബിഹി, അവൻ്റെ ഹൃദയത്തെ, ഖൽബിനെ മാറ്റിമറിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് വഴികളാണ് അവൻ്റെ കേൾവിയും അവൻ്റെ കാഴ്ചയും. വഫിഅലുൽ ഫവാഹിഷിൽ മുൻകറ, മ്ലേച്ഛമായ, മോശപ്പെട്ട, അനാവശ്യമായിട്ടുള്ള നിഷിദ്ധമാക്കപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലും. വൽ കബാഇറുൽ മുറദ്ദിയ, അതേപ്രകാരം തള്ളപ്പെടേണ്ട വൻ പാപങ്ങൾ ചെയ്യുന്നതിലൊക്കെ പ്രധാനമായി പങ്കുവഹിക്കുന്നത് അവൻ്റെ കണ്ണും കേൾവിയുമാണ്. ഫഖാല തആല ഇന്നസ്സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. സൂറത്തുൽ ഇസ്രായിലെ 36-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിശ്ചയമായും കേൾവിയും, വൽ ബസറ അവൻ്റെ കാഴ്ചയും, വൽ ഫുആദ അവൻ്റെ ഹൃദയവും, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. എന്താ ഖുർആൻ അല്ലാഹ് പറഞ്ഞത്? അവൻ്റെ കേൾവിയെക്കുറിച്ച് ചോദ്യം ചെയ്യും. നീ എന്ത് കേട്ടു? ഹലാല് കേട്ടോ ഹറാമ് കേട്ടോ? റബ്ബ് ചോദിക്കും. വൽ ബസർ, കണ്ണിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. കണ്ണ് കൊണ്ട് നന്മ കണ്ടോ തിന്മ കണ്ടോ? വൽ ഫുആദ്, അവൻ്റെ ഹൃദയത്തെക്കുറിച്ച് ചോദിക്കും. ആ ഹൃദയം കൊണ്ട് നല്ലത് ചിന്തിച്ചോ ചീത്തയാണോ മോശപ്പെട്ടതാണോ ചിന്തിച്ചത്? റബ്ബ് ചോദിക്കും എന്നുള്ള കാര്യം. ഉലൈക കാന അൻഹു മസ്ഊല, എല്ലാത്തിനെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ ജവാരിഹുകൾ, അവയവങ്ങളെക്കുറിച്ച്, ഇതിനെക്കുറിച്ച് ഈ ആയത്ത് വിശദീകരിച്ച് പറയുന്നുണ്ട്. ഈ ജവാരിഹുകൾ എന്ന് പറയുക, അവയവങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐന്, കണ്ണ്, വൽ ഉദുൻ അവൻ്റെ ചെവി, അവൻ്റെ ഫമ് വായ, വൽ ഫർജ് അവൻ്റെ ഗുഹ്യാവയവം, വൽ യദ് അവൻ്റെ കൈകൾ, വൽ റിജ്ൽ അവൻ്റെ കാലുകൾ. ഹിയ മറാക്കിബുൽ അതബ് വൻ നജാത്ത്, ഈ അവയവങ്ങളാണ് മനുഷ്യനെ ചീത്തയാക്കുന്നതും വന്നജാത്ത് രക്ഷപ്പെടുത്തുന്നതും. നമ്മെ നല്ലതാക്കുന്നതും ചീത്തയാക്കുന്നതും ഈ പറഞ്ഞ അവയവങ്ങളാണ്. ഫമിൻഹാ അതബ മൻ അതബ ബിഇഹ്മാലിഹാ, എന്നാൽ അതിൽ അശ്രദ്ധ മൂലം അവനെ ചീത്തയായിത്തീരുന്നതുണ്ട്. വഅദമി ഹിഫ്ലിഹ, ഈ അവയവങ്ങൾ അവൻ്റെ അശ്രദ്ധ കാരണം അവനെ ചീത്തയാക്കുന്നു. വഅദമി ഹിഫ്ലിഹ, ഈ അവയവങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ട രൂപത്തിൽ അവനെ കാത്തു സൂക്ഷിക്കാതെ കാരണത്താൽ. വനജാ മൻ നജാ ബിഹിഫ്ലിഹ, അതിനെ കാത്തു സൂക്ഷിച്ച ആളുകളുണ്ടല്ലോ അവൻ രക്ഷപ്പെടുന്നതാണ്.
ഫഹിഫ്ലുഹാ അസാസു കുല്ലി ഖൈർ. ഈ പറഞ്ഞ കൈയിനെയും കാലിനെയും കണ്ണിനെയും കാതിനെയും എല്ലാം പിടിച്ചു നിർത്തുക, അതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല നന്മ. വ ഇഹ്മാലിഹാ അസാസുൻ കുല്ലി ഷർ. എല്ലാ നന്മക്കുള്ള വഴി അതാണെങ്കിൽ അതിനെ അശ്രദ്ധയോടെ അവഗണിക്കുക എന്നുള്ളത് അത് എല്ലാ തിന്മക്കുമുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. എന്നിട്ട് ഈ ആയത്ത് ഉദ്ധരിക്കുക, ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. പ്രവാചകനോട് കൽപ്പിക്കുന്നു, പ്രവാചകരെ മുഅ്മിനീങ്ങളോട് സത്യവിശ്വാസികളോട് പറഞ്ഞേക്കൂ, യഗ്ളൂ അബ്സാർ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകൾ ദൃഷ്ടികൾ താഴ്ത്തണേ, വയഹ്ഫളൂ ഫുറൂജഹും, അവരുടെ ഗുഹ്യാവയവത്തെ കാത്തു സൂക്ഷിക്കണേ. സൂറത്തുൻ നൂറിലെ 30-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ ശക്തമായിട്ടുള്ള കൽപ്പന ഇസ്ലാം നിശ്ചയിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് വളരെ ഗൗരവമായിട്ട് കാണാത്തൊരു വിഷയമാണ്. നമ്മുടെ കണ്ണ് കൊണ്ട് നന്മ കാണുന്നുണ്ടോ തിന്മ കാണുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽ ഐനാനി സിനാഹുമാ അന്നളർ. രണ്ട് കണ്ണുകളെ കുറിച്ച്, ആ രണ്ട് കണ്ണുകൾക്കും വ്യഭിചാരമുണ്ട്. അതിൻ്റെ വ്യഭിചാരം എന്ന് വെച്ചാൽ അന്നളർ നോട്ടമാണ്. വെറും ലൈംഗിക അവയവങ്ങൾ കൊണ്ട് മാത്രം ചെയ്യുന്നൊരു പ്രവർത്തനമല്ല വ്യഭിചാരം എന്നുള്ളത്. കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്. അതിൻ്റെ വ്യഭിചാരം എന്ന് വെച്ചാൽ അനാവശ്യമായത് നോക്കലാണ്, കാണലാണ്. വൽ ഉദ്നാൻ, ഇരു ചെവികൾ, ആ ചെവികൾക്ക് ഈ സിനാഹുമ, അതിൻ്റെ വ്യഭിചാരം എന്നുള്ളത് അൽ ഇസ്തിമാ, ശ്രവിക്കലാണ്. ചെവി കൊണ്ടുള്ള വ്യഭിചരിക്കൽ, അനാവശ്യമായത് ശ്രവിക്കലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വൽ ലിസാനു സിനാഹുൽ കലാം, നാവിനെ കുറിച്ചും റസൂലുള്ളാഹി പറഞ്ഞു, അതിൻ്റെ വ്യഭിചാരം എന്ന് വെച്ചാൽ കലാമാണ്, സംസാരമാണ്. വൽ യദു, കയ്യിൻ്റെ സിനാഹ, അതിൻ്റെ വ്യഭിചാരം അൽ ബത്ഷ്, പിടിക്കലാണ്. വൽ റിജ്ലു, അവൻ്റെ കാലിൻ്റെ വ്യഭിചാരം സിനാഹ അൽ ഖുത, അതിലേക്ക് നടക്കലാണ്. വൽ ഖൽബു, ഖൽബ് ഹൃദയം, അവൻ്റെ ഹൃദയത്തിൻ്റെ വ്യഭിചാരം യഹ്വായ തവന്ന, ആ ഹൃദയം അത് വ്യഭിചാരത്തെ ആഗ്രഹിച്ചു പോകലാണ്, അത് ഉദ്ദേശിച്ചു പോവലാണ്. ഇതൊക്കെ എന്ത് ചെയ്യും? വയുസദ്ദിഖു ദാലികൽ ഫർജു വയുകദ്ദിബുഹു. ഇതൊക്കെ അവൻ്റെ ഗുഹ്യാവയവം സത്യപ്പെടുത്തുകയും അത് കളവാക്കുകയും ചെയ്യും. നമുക്ക് സാക്ഷി പറയും, ഇന്നാലിന്ന പ്രവർത്തനം ഞാൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്, പരലോകത്ത് അവിടെ പറയപ്പെടും. ഏത് തിന്മ ചെയ്ത ആളുകളും അവിടെ പിടിക്കപ്പെടും. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഷെയ്ഖ് മുഹമ്മദ് അൽ അമീൻ അശ്ശങ്കീത്തി റഹ്മത്തുള്ളാഹി തആല അദ്ദേഹം ഇതിനെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ പറയാണ് തൻ്റെ അൽവാഉൽ ബയാനിൽ, വമഅലൂമുൻ അന്നന്നളർ സബബുസ്സിന, നോട്ടം അത് സിനയുടെ വ്യഭിചാരത്തിനുള്ളൊരു കാരണം. ആരെയും മുഫസ്സിരീങ്ങൾ വിശദീകരിക്കാം. ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നിങ്ങൾ ദൃഷ്ടികൾ താഴ്ത്തണ എന്ന ആയത്ത് വിശദീകരിച്ച് പറയാണ്, നോട്ടം എന്നുള്ളത് അവിടെ നളർ സബബുസ്സിന, വ്യഭിചാരത്തിനുള്ള കാരണമാണെന്നാണ്. കാരണം ഒരു നോട്ടം മൂലമായിരിക്കും. ചിലപ്പോൾ വെറുതെ അറിയാത്തൊരു സ്ത്രീ ആയിരിക്കും, ഒന്ന് നോക്കി, ഒന്ന് ചിരിച്ചു, ആ പേരിൽ പിന്നെ ഒന്ന് സംസാരിച്ചു, ആ രൂപത്തിൽ പിന്നീട് കണ്ടുമുട്ടി, പിന്നീട് കൂടെ ഇരുന്നു, ആ രൂപത്തിൽ പിന്നീട് വിചാരത്തിലേക്ക് എത്തുന്ന ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിലേക്ക് ഇങ്ങനെ കൂടുതൽ നോക്കുക എന്നുള്ളത്, മസലൻ ഉദാഹരണമായിക്കൊണ്ട് ഒരു നല്ല ഭംഗിയുള്ള സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ്, അവളെങ്ങനെ നോക്കുക എന്നുള്ളത് പോലും ഖദ് യതമക്കനു ബിസബബിഹി ഹുബ്ബിഹാ മിൻ ഖൽബിഹി, ആ നോട്ടം മൂലം ചിലപ്പോൾ അവൻ്റെ മനസ്സിൽ അവളോട് ഒരു പ്രത്യേക സ്നേഹം തോന്നിത്തുടങ്ങും. തമക്കുനൻ യകൂന സബബു ഹലാക്കിഹി വൽ ഇയാദു ബില്ലാഹ്, ആ ഒരു നോട്ടമായിരിക്കും പിന്നീട് അവൻ്റെ നാശത്തിലേക്ക് എത്തിക്കുന്നത്. ഫന്നളുറു ബരീദുസ്സിന, നോട്ടം എന്നുള്ളത് സിനായുടെ ഒരു ബരീദാണ്. ബരീദ് പറഞ്ഞ പോസ്റ്റലാണ്. അതിലേക്കാണ്ട് ഒരു സന്ദേശവാഹകനായിക്കൊണ്ട നോട്ടത്തെ പറയുന്നത്. ആലോചിച്ച് നോക്കുമ്പോൾ മുഫസ്സിരീങ്ങൾ ആ ഒരു നോട്ടാണ് വ്യഭിചാരത്തിലേക്കുള്ള കാരണം. അതാണ് ലാ തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അതിലേക്ക് അടുക്കാനുള്ള വഴികളാണ് നോട്ടം പോലും. അതേപോലെ രണ്ടാമത്തെ ആ വിഷയത്തിൽ പറയുന്നതാണ് മാ യുഷാഹിദു ഫിൽ മുസൽസലാത്ത്, സീരിയലുകളും മറ്റും, വൽ അഫ്ലാം, അതേപ്രകാരം വൽ മുമസ്സലിയാത്ത് മിൻ തബറുജിൻ നിസാ, സ്ത്രീകൾ അവരുടെ ഭംഗി പ്രദർശിപ്പിക്കുന്ന രൂപത്തിൽ, അവർ അപമാനപരമായിട്ടുള്ള രൂപത്തിൽ അവർ അഭിനയം നടത്തുന്നുവെങ്കിൽ
വറഖ്സഹിന്ന അവർ പരസ്പരം ഡാൻസ് കളിക്കുന്നതും അവർ മ്യൂസിക് ആടുന്നതും ഇതൊക്കെ കുല്ലു ദാലിക മിനൽ മുഹറമാത്തി ഫീ ദീനില്ലാ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ദീനിലെ നിഷിദ്ധങ്ങളാണെന്ന. വമിൻ അസ്ഹലു തുറുഖി ലിതറബ്ബുഇ ശൈത്വാനി അലാ ഖൽബിൽ മുശാഹിദി ലിയസ്കുന ഫീഹി വയുഫർരിജ്. ഒരു പിശാചിന് അവൻ്റെ മനസ്സിൽ താവളമായിട്ട് നിലനിൽക്കുവാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇത് കാണുന്നത് എന്ന് വളരെ വ്യക്തം. ഒരിക്കലും നമുക്ക് ഇസ്ലാം ഇത് അനുവദനീയാണ് ഇത് നമുക്കാർക്കും പറയാൻ പറ്റൂല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ളൊരു ഫത്വ വളരെ വ്യക്ത. ഈ ഫിലിമുകളും മറ്റും കാണുന്നതിൻ്റെ വിധി എന്ത് എന്ന്. പ്രഗത്ഭനായിട്ടുള്ള പണ്ഡിതനായിരുന്നു, മരണപ്പെട്ടു പോയ റഹ്മത്തുള്ളാഹി അലൈഹി അബ്ദുൽ അസീസ് ഇബ്നു ബാസ്. അദ്ദേഹത്തിൻ്റെ ഫത്വയിൽ 1-2 ഫത്വകൾ മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്, ധാരാളമുണ്ട്. അതിൽ കാണാം മുശാഹദത്തുൽ വീഡിയോ വ അഷ്ബാഹുൽ വീഡിയോ കത്തിൽഫാസ് ഇദാ കാനത്ത് ഫീഹാ അൽ അഗാനി. വീഡിയോ അതല്ലെങ്കിൽ ടെലിവിഷൻ അതുപോലെയുള്ള കാര്യങ്ങൾ ദർശിക്കുന്നത് ഏതുപോലെ അതിൽ മ്യൂസിക് ഉള്ളതാണെങ്കിൽ, വഫീഹാ തബറുജുൻ നിസാ, സ്ത്രീകൾ അവിടെ അഴിഞ്ഞാടുന്നതാണെങ്കിൽ, അതായത് സ്ത്രീകളുടെ ഭംഗി പ്രദർശിപ്പിക്കുന്ന രൂപത്തിലുള്ള ഔറത്ത് മറക്കാത്ത രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ടുള്ളതാണെങ്കിൽ, വഫീഹാ ഇഖ്തിലാനുർ റജുലി ലിൽ മർഅ വൽ മർഅ ലിർറജുൽ, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള കൂടിക്കലരുള്ളതാണെങ്കിൽ, അന്യ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള കൂടിക്കലരുള്ള സിനിമയും സീരിയലുമാണെങ്കിൽ, ഔ തഖ്ബീലുൽ മർഅ ലിർറജുൽ വനഹ്വു ദാലിക കുല്ലു ഹാദാ മുഹറമുൻ, ഒരു സ്ത്രീ പുരുഷനെ ചുംബിക്കുന്നതോ ഒരു പുരുഷൻ സ്ത്രീയെ ചുംബിക്കുന്നതുമായിട്ടുള്ള രംഗങ്ങൾ ഉള്ളതാണെങ്കിൽ ഇതൊക്കെ മുഹറമുൻ, നിഷിദ്ധമാണ്. ഈ പറഞ്ഞതൊക്കെ ഇന്ന് കാണുന്ന സിനിമയിലും സീരിയലും ഇല്ലാതിരിക്കോ? അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ നിൽക്കാതിരിക്കോ? അതുണ്ടാവില്ല. ഇല്ലാത്തൊരു സിനിമയും സീരിയലും ഉണ്ടാവില്ല. അന്യ സ്ത്രീയും പുരുഷനും തമ്മിൽ തൊടാത്തൊരു സിനിമയും സീരിയലും ഉണ്ടാവുമോ? ഇല്ല. കൃത്യമായി മുഖവും മുൻകൈയും മാത്രം കഴിച്ച് അഭിനയം ഉണ്ടാവുമോ? അതായത് ഔറത്ത് മുഴുവനായിട്ട് മറച്ചിട്ടുള്ള അഭിനയം കാണാൻ സാധിക്കോ? ഇല്ല. മ്യൂസിക് ഇല്ലാത്തൊരു സിനിമ കാണോ? ഇല്ല. അപ്പൊ ഇസ്ലാം നിഷിദ്ധമാക്കി ഇതെല്ലാം എന്തിലുണ്ട്? എന്തുകൊണ്ടാ TV കാണൽ തെറ്റ് എന്നുള്ളതൊക്കെ ഇവിടെ പറയും. സിനിമ കാണൽ തെറ്റല്ല. സിനിമയിൽ നടക്കുന്ന സീരിയലുകൾ കാണുന്ന അവരുടെ പ്രദർശനം, ഒരു അന്യ സ്ത്രീയുടെ ഔറത്ത് നമുക്ക് കാണാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ അത് അമുസ്ലിമിന്റെ ഔറത്താണെങ്കിൽ കാണാൻ പറ്റൂല. അപ്പൊ ഞാൻ അതിൽ മുസ്ലിങ്ങളല്ലല്ലോ, അമുസ്ലിങ്ങളല്ലേ, അത് ചെയ്യുന്നത് അവരല്ലേ, പക്ഷേ കാണുന്നത് നമ്മളാ. അവര് ചെയ്യുന്നു, അവര് കുറ്റക്കാരാണ്, പക്ഷേ കാണുന്ന നമ്മളും കുറ്റക്കാരാ. നമ്മളറിയാതെ നമ്മുടെ കണ്ണ് വ്യഭിചരിക്കുക. നമ്മൾ ഇസ്ലാമിന് നിയമപ്രകാരം അന്യ സ്ത്രീയെ തൊടാൻ പാടില്ല, സ്പർശിക്കാൻ പാടില്ല ഒക്കെ. നമുക്ക് ഇന്നത്തെ TV പ്രോഗ്രാമുകളിലൊക്കെ ആണും പെണ്ണും മുസ്ലിം പേരുള്ള ആ പുരുഷന്മാരും സ്ത്രീകളൊക്കെ ഒന്നിച്ചു നിന്ന് ഡാൻസ് ആടാം. ജനലക്ഷക്കണക്കിന് ആളുകൾ കാണാം. അതില് പ്രോഗ്രാമിലൊക്കെ അവതാരകനും അവതാരകയായിട്ട് ഇരിക്കുന്ന ആളുകൾക്ക് പുരുഷനാണെങ്കിൽ അത് സ്ത്രീ ആണെങ്കിലും വ്യത്യാസമില്ലാതെ പരസ്പരം കൈയ്യൊടുക്കുക. അതിൽ വന്നിരിക്കുന്ന അന്യ സ്ത്രീയും പുരുഷനും ഫ്രണ്ടാണ് പോലും ഒന്നിച്ച് കൂടെ ഇരിക്കുക. എവിടുന്ന് പഠിപ്പിച്ചു? ഒരു സ്ത്രീ നമ്മുടെ നാട്ടില് കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് കോളേജിലെ ഒരു വിഷയം നമ്മുടെ ഇപ്പോൾ ഒരു വലിയ ഇഷ്യൂ ആയിരുന്നു. സ്വന്തം ഒരു ബെഞ്ചിൽ സ്ത്രീയും പുരുഷനും ഒന്നിച്ചിരുന്നതിന്റെ വിഷയത്തിന്റെ പേരിൽ വലിയ ചർച്ച. വളരെ വ്യക്തം. ഒരു മുഅ്മിനാണോ മുസ്ലിമാണോ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. ഇസ്ലാമിന്റെ നിയമപ്രകാരം ഒരു അന്യ സ്ത്രീയും പുരുഷനും കൂടെ ഇരിക്കാൻ പറ്റൂല. അത് വാഹനത്തിൽ പറ്റൂല, സ്കൂളിൽ പറ്റൂല, ബെഞ്ചിൽ പറ്റൂല, വീട്ടിൽ പോലും ആവാൻ പറ്റൂല എന്നല്ലേ. കൂടെ തൊടൽ, സ്പർശിക്കൽ, അന്യ സ്ത്രീയും പുരുഷനും ഒറ്റയ്ക്ക് ആകുന്നത് പോലും പാടില്ല എന്നാ ഇസ്ലാമിന്റെ കൽപ്പന. പിന്നെ അതിൽ നമുക്ക് ന്യായീകരിക്കണം. അത് പാടുണ്ടോ ഇല്ലേ, എന്താ ഇരുന്നാല് അന്ന് പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാൻ പറ്റൂല. അല്ല തഖറബുസ്സന, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. ചിലപ്പോൾ ആ ഇരുത്തായിരിക്കും ചിലപ്പോൾ അവർ തമ്മിലുള്ള അടുപ്പം കൂടുക. അത് പിന്നീട് അവസാനത്തെ തിന്മയിലേക്ക് എത്തിച്ചേരും. അപ്പൊ ഇതൊക്കെ ഒരു മുഅ്മിനെ സംബന്ധിച്ച് കൃത്യമായി എന്താണ് പാടുള്ളത് എന്താണ് പാടില്ലാത്തത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പൊ ഇവിടെ ശൈഖിന്റെ ഫത്വയിൽ കാണുന്നത്, ആ സിനിമയിലും സീരിയലുകളിലും അന്യ സ്ത്രീയുടെ ഔറത്ത് കാണുന്നുണ്ടെങ്കിൽ, പരപുരുഷ ബന്ധങ്ങളുണ്ടെങ്കിൽ, അന്യപുരുഷ സ്ത്രീ കൂടിക്കലരലുണ്ടെങ്കിൽ, മ്യൂസിക്കുകൾ ഉണ്ടെങ്കിൽ, അതേപ്രകാരം ഡാൻസുകളും മറ്റുമുണ്ടെങ്കിൽ, അന്യ സ്ത്രീ പുരുഷ പരസ്പര ചുംബനങ്ങൾ തുടങ്ങിയിട്ടുള്ള നിഷിദ്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ലാ തജൂസു മുശാഹദതഹു വലാ ഇസ്തിമാ അസ്വാത്തുല്ലദീന ഫിൽ ഫിലിം വത്തിൽഫാസ് മിമ്മാ ഹറമല്ലാഹു അസ്സ വജൽ. അത് കാണുന്നതും അനുവദനീയമല്ല,
അതിലെ ശബ്ദം കേൾക്കലും അനുവദനീയമല്ല. മിമ്മാ ഹറമല്ലാ, അതൊക്കെ അള്ളാഹു നിഷിദ്ധമാക്കിയതാണ്. ലാ അൽഗിന, മ്യൂസിക് ആവട്ടെ, വലാ ഗൈരിഹി, അതല്ലാത്തതാവട്ടെ, മിമ്മാ ഹറമല്ലാ, അള്ളാഹു നിഷിദ്ധമാക്കിയത് എന്തുമുണ്ടോ അത് കാണൽ അനുവദനീയമല്ല. ലിഅന്നല്ലാഹ അസ്സ വജൽ ഹറമ അലാ ഇബാദിഹി മുശാഹദതു മാ ഹറമ അലൈഹി മുശാഹദതുഹു. അള്ളാഹ് നിഷിദ്ധമാക്കിയത് കാണൽ, അള്ളാഹ് കാണൽ നമുക്ക് നിഷിദ്ധമാക്കി, നമ്മൾ കാണൽ എന്താണ് നമുക്ക് നിഷിദ്ധമാണ്. കേൾക്കൽ നിഷിദ്ധമാക്കി, നമുക്ക് കേൾക്കാൻ പാടുള്ളതല്ല എന്ന് അങ്ങനെ പറഞ്ഞ ഫത്വ അങ്ങനെ ദീർഘിപ്പിച്ചു പോകാം, അതിൻ്റെ ഗൗരവം പഠിപ്പിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇത് നമ്മുടെ ബുദ്ധിയിലൊന്നും എടുത്ത് പറയണ്ടല്ല, ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ഇസ്ലാമിൻ്റെ കൽപ്പനയാണെന്ത്, അത് പാടുള്ളതല്ല, ഹറാമാണ്. പണ്ഡിതന്മാർക്ക് ആർക്കും അത് അനുവദനീയാണ് എന്ന് പറയാൻ പറ്റൂല, ഇല്ല, പറയുന്നില്ല. അതുകൊണ്ടിപ്പോൾ ഇസ്ലാമിക് സിനിമ എന്ന് പറഞ്ഞിട്ട് പോലും അതും സാധിക്കൂല. ഇസ്ലാമിക സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമ ഇറക്കാൻ പ്രയാസമാണ്. ഒരിക്കലും ഒരു വീട്ടിലെ ഒരു കുടുംബം എല്ലാവരും കൂടെ എല്ലാം അഭിനയിക്കണ്ടേ, അത് ചിലപ്പോൾ അവർ അന്യപുരുഷനും കൂടി അഭിനയിക്കാൻ കൂടെ വരേണ്ടി വരും. പാടില്ല, തെറ്റാണ് എന്നുള്ള കാര്യം നാം ഓരോരുത്തരും മനസ്സിലാക്കി വെക്കുക. വെറുതെ ചില സമയത്തൊക്കെ എന്തെങ്കിലും ടി വിയിലെ പരസ്യങ്ങൾ പോലും കണ്ടാൽ പോലും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം യഗ്ളുദ്ന അബ്സാറഹുന്ന, അവനവൻ്റെ ദൃഷ്ടികൾ താഴ്ത്തണമെന്ന. നമ്മളത് കണ്ട ഒന്നും കൂടി ശ്രദ്ധിച്ച് കണ്ടിരിക്കുക ചെയ്യലല്ല. മുഅ്മിനാവട്ടെ കണ്ണ് തിരിക്കുക, അതാണ് വേണ്ടത്. അതുകൊണ്ട് കൃത്യമായി കണ്ണുകൊണ്ട് നമ്മുടെ തിന്മയിലേക്ക് വരാതിരിക്കുവാനുള്ള വഴികൾ എന്തുണ്ടോ അത്രയും നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഉത്തരം കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കി വെക്കുക. അന്യ സ്ത്രീയുമായിട്ട് ഒറ്റയ്ക്കിരിക്കാൻ പോലും പാടില്ല എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചതാണല്ലോ. ഒറ്റയ്ക്കാവാൻ പാടില്ല എന്ന് നമ്മുടെ നാട്ടിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? ചിലപ്പോൾ സ്വന്തം വീട്ടിൽ ഉമ്മ ഉണ്ടാവില്ല, ഉപ്പ ഉണ്ടാവില്ല, ജ്യേഷ്ഠന്റെ ഭാര്യയും ഇവനും ഒറ്റക്കാവും. അവര് ചിലപ്പോൾ നല്ല വിശ്വാസമായിരിക്കും, ഒന്നും സംഭവിക്കൂല. പക്ഷേ ഒരു റൂമിൽ, ഒരു കിച്ചണിൽ ഇവർ രണ്ടുപേരും ഒറ്റക്കാവുന്നതിന്റെ വിധി പാടില്ല എന്നാ. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ ഇല്ലാ കാന സാലിസഹുമ ശൈത്താൻ. ഒരു പുരുഷനും അന്യ സ്ത്രീയുമായിട്ട് ഒറ്റപ്പെടുകയില്ല, മൂന്നാമതായി അവിടെ പിശാച് ഉണ്ടായിട്ടല്ലാതെ. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുക, ഒരു സ്ത്രീയും പുരുഷനും ഒരു റൂമിൽ, ഒരു വാഹനത്തിൽ ഒറ്റക്കാവുകയാണെങ്കിൽ മൂന്നാമതായി അവിടെ പിശാച് ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതേപ്രകാരം റസൂലുള്ളാഹി പറഞ്ഞു, ലാ യദ്ഖുലന്ന റജുലുൻ ബഅദ യൗമി ഹാദാ അലാ മുഗീബത്തിൻ ഇല്ലാ മഅഹു റജുലുൻ അവ ഇസ്നാൻ. എൻ്റെ ഈ ദിവസത്തിന് ശേഷം ഒന്നോ രണ്ടോ ആൾ കൂടി നിന്നിട്ടല്ലാതെ ഒരാളും ഒരു അന്യ സ്ത്രീയുടെ അടുക്കൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല. അവരുടെ അന്യ സ്ത്രീയാണ്, അതുകൊണ്ട് ഒറ്റയ്ക്ക് പോകരുത്. വേറെ രണ്ടാളുണ്ടായിക്കോട്ടെ, പ്രശ്നമല്ല. അവിടെ ഒറ്റയ്ക്ക് ഹലവത്ത് വരുന്നില്ല. വളരെ എവിടെ ജോലി സ്ഥലത്താണെങ്കിൽ പോലും ചില ഓഫീസുകളിലൊക്കെ ഇവർ രണ്ടുപേരും മാത്രമേ ഉണ്ടാവുള്ളൂ ജോലിക്ക്. അങ്ങനത്തെ മേഖലകളിൽ നിന്ന് മുസ്ലിമീങ്ങൾ ഒഴിഞ്ഞു നിൽക്കണം. രണ്ടുപേര് മാത്രം ഒരു ഓഫീസിൽ, വേറെ ആളുകളില്ലാത്ത, വെറും പുറത്തോട്ടൊന്നും കണക്ഷൻ ഇല്ലാത്ത ഒരു ഓഫീസാണെങ്കിൽ ഒഴിവാക്കണമെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോൾ പോലും, നമ്മുടെ നാട്ടിൽ ഒരു വിഷയമില്ലാത്തതാണ് ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയും ഭാര്യമാർ തമ്മിൽ. ജ്യേഷ്ഠൻ്റെ ഭാര്യ അനുജൻ്റെ കൂടെ ബൈക്കുമ്പോൾ പോവുക, അനുജൻ്റെ ഭാര്യ ജ്യേഷ്ഠൻ്റെ കൂടെ ബൈക്കുമ്പോൾ പോവുക. എന്താ അതിൻ്റെ വിധി? പെങ്ങളെ നമുക്ക് കൂടെ ബൈക്കുമ്പോൾ കൊണ്ടുപോകാം, പക്ഷേ മറ്റത് അന്യ സ്ത്രീയാ. അനുജന്റെ ഭാര്യ, ജ്യേഷ്ഠന്റെ ഭാര്യ, അത് മറ്റൊരു വീട്ടിലെ സ്ത്രീയെ, അന്യ സ്ത്രീയാ. ഒരിക്കലും നമുക്ക് സ്പർശിക്കാൻ പാടുള്ളതല്ല, അവളുടെ ഔറത്ത് കാണാൻ നമുക്ക് പാടുള്ളതല്ല. അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്വന്തം വീടുകളിൽ നിന്ന് താമസിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ചുറ്റുപാടുകൾ എന്ന് വെച്ചാൽ ധാരാളം പേരുകൾ പരസ്പരം ഒന്നിച്ച് താമസിക്കുന്നതാണ്, കാണുന്നതാണ്. അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടത് സ്വന്തം ആങ്ങളയുടെ മുമ്പിലല്ലാതെ, സ്വന്തം പിതാവിൻ്റെ മുമ്പിലല്ലാതെ, മറ്റുള്ളവരുടെ മുമ്പിൽ, ഭർത്താവിൻ്റെ അനുജൻ്റെയോ ജ്യേഷ്ഠൻ്റെയോ മുമ്പിൽ നമ്മുടെ ഔറത്ത് കാണാൻ പാടുള്ളതല്ല. ആ മുഖവും മുൻകൈയും പുറത്ത് കാണാം, അതല്ലാത്ത രൂപത്തിലുള്ള വസ്ത്രധാരണം പാടുള്ളതല്ല. വീട്ടിലൊക്കെ താൻ നിൽക്കുമ്പോൾ കയ്യുള്ള വസ്ത്രം ധരിക്കുക. ഏത് സമയത്തും, ഇവിടെ ആ പ്രശ്നമല്ല, ഏത് നാട്ടിലൊക്കെയാണ് ഏത് സമയത്തും അന്യപുരുഷന്മാർ മുന്നിലൂടെ കടന്നു പോകാം. ആ നിലക്ക് കൃത്യമായി കൈകാലുകൾ മറയുന്ന വസ്ത്രങ്ങൾ ധരിക്കുക.
കൈയില്ലാത്ത മാക്സി ധരിക്കും ചിലവർ, അതല്ലെങ്കിൽ മുട്ടിനിക്കുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അവിടെ നടക്കും. തെറ്റാണ്. പിതാവിൻ്റെയും ആങ്ങളയുടെയും മുമ്പിലാണെങ്കിൽ വിരോധമില്ല, പക്ഷേ അവിടെ മറ്റു അന്യപുരുഷന്മാർ അവരുടെ മുമ്പിലൊന്നും ഒരു സ്ത്രീക്ക് ഇത് പാടുള്ളതല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തബിഉ ഖുതുവാതിശ് ശൈത്താൻ വമൻ യത്തബി ഖുതുവാതിശ് ശൈത്താനി ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ. സത്യവിശ്വാസികളെ, പിശാചിന്റെ കാൽപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുത്. വല്ലവനും പിശാചിന്റെ കാൽപ്പാടുകൾ പിൻപറ്റുന്ന പക്ഷം തീർച്ചയായും ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ശാഇ വൽ മുൻകർ, അവൻ പിശാച് കൽപ്പിക്കുന്നത് നീചവൃത്തിയും ദുരാചാരവും ചെയ്യാനായിരിക്കുമെന്ന, തിന്മകൾ ചെയ്യാൻ വേണ്ടിയായിരിക്കും പിശാച് നമ്മോട് കൽപ്പിക്കുക. അതുകൊണ്ട് ഏത് സമയത്തും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളൊരു ബോധം എപ്പോഴും അന്യ സ്ത്രീ പുരുഷന്മാരുമായിട്ട് ഇടപഴകുമ്പോഴും അതിലൊരിക്കലും വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന ഒരു സംസാരവും ഒരു പ്രവർത്തനവും ഒരു നോട്ടവും ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. എങ്കിലേ റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുവാനും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് തഖ്വയുള്ള സൂക്ഷ്മതയുള്ള മുഅ്മിനായിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കുകയുള്ളൂ എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇനിയും നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. നിഷിദ്ധങ്ങൾ, ഇസ്ലാമിലെ നിഷിദ്ധങ്ങൾ എന്നുള്ള വിഷയത്തിൽ കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട്. വിശ്വാസപരമായിട്ടുള്ള നിഷിദ്ധങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത്. ഇനിയും നമ്മുടെ നിത്യജീവിതത്തിലെ പ്രവർത്തനങ്ങളിൽ വന്നു പോകുന്ന നിഷിദ്ധങ്ങൾ എന്തെല്ലാമെന്ന് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് സംസാരിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. കൃത്യമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ ചര്യ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.